ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം കായയാണ് എടുത്തിരിക്കുന്നത്. ഏത്തക്കായ ഉണ്ടല്ലോ അത്. അപ്പോൾ അതിൻ്റെ ഈ തൊലിയൊക്കെ ഫുള്ളായിട്ട് ചെത്തിക്കളയണം കേട്ടോ. എന്നിട്ട് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഈ കായ വറക്കാനൊക്കെ ആയിട്ട് തൊലി കളഞ്ഞെടുക്കില്ലേ, അതുപോലെ അങ്ങോട്ട് കളഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതൊരു 100 ഗ്രാം, അതായത് ഒരു ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 100 ഗ്രാം തന്നെ ചേനയാണ് കേട്ടോ. ഇത് ചേന ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ കായ വറുത്തതിന്റെ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ, എങ്ങനെയാ അരിഞ്ഞെടുക്കണേന്ന് അറിയില്ലെങ്കിൽ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി. അത് 1/2 ടീസ്പൂൺ വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കായയും ചേനയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തൈരൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്. അപ്പോൾ 1 കപ്പ് തൈര് ഒരു മിക്സിയുടെ ജാറിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അതായത് ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തൈരിൻ്റെ കട്ടയൊക്കെ ഉള്ളതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം ജാറിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ചിരക്കിയത് ചേർത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇതാ ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് ഉടഞ്ഞൊന്നും പോകരുത്, എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ച തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരിലായിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മളിത് കുറുക്ക് കാളനാണല്ലോ ഉണ്ടാക്കണത്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പയ്യെ ഒന്ന് തിള കയറി വരട്ടെ. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ആ പതയുണ്ടല്ലോ, തിളച്ച് വരുമ്പോഴുള്ള ആ പതയൊക്കെ നമുക്ക് എടുത്തിട്ട് തേങ്ങ അരച്ചതുണ്ടല്ലോ അതിനകത്തേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഈ പതയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പതയൊക്കെ എടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ പതയും കൂടെ ചേർത്തിട്ട് ആ തേങ്ങ ഒന്നുകൂടി ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യ് ഓപ്ഷനിലാണ്, ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈ ഉലുവ വറുത്ത് പിടിച്ചതിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ അതിനകത്തേക്കൊരു 1/2 ടീസ്പൂണൊക്കെ ഉലുവ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ താളിപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നാടൻ റെസിപ്പികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതുപോലെ വെളിച്ചെണ്ണയാണെങ്കിലും കുറച്ച് അധികം ഉപയോഗിച്ചോളൂ കേട്ടോ. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് കുറുക്ക് കാളനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഇലയിൽ വിളമ്പുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകി പോകരുത്, അതേ രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ മഞ്ഞ കളറ് നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ മഞ്ഞളുടെ പൊടി ഇടുന്നുണ്ടെങ്കിലും അത് കുറച്ച് കുറവാണെന്നെങ്ങാനും തോന്നുവാണെങ്കിൽ താളിച്ചെടുക്കില്ല നമ്മൾ. ആ സമയത്ത് കുറച്ചൊരു മഞ്ഞപ്പൊടി ഏറ്റവും ലാസ്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് വെച്ചാൽ മതി. അപ്പോഴും നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷസ് ക്രിയേഷൻസ്.